തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് എറണാകുളത്ത് 3 പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.ജെ. ഷൈൻ ടീച്ചറുടെ പൊതുപര്യടനം ഇന്ന് വൈപ്പിൻ മണ്ഡലത്തിലാണ്. അതേസമയം ചാലക്കുടിയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് ചാലക്കുടി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് വാഹന പ്രചാരണം നടത്തും. ഉമേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് എറണാകുളം മണ്ഡലത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. മുഖ്യമന്ത്രി എത്തി അവിടെ ജനങ്ങളോട് സംസാരിച്ചു. നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതും ഇടതുമുന്നണി ക്യാമ്പുകൾക്ക് സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ വലിയ ആത്മവിശ്വാസവും ആവേശവും നേരത്തെ നിർഭൻ പറഞ്ഞതുപോലെ തന്നെ പകർന്നിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇപ്പോൾ എം.വി. ഗോവിന്ദൻ മാസ്റ്ററും എത്തുകയാണ്. വലിയ പ്രതീക്ഷയും ആ ആത്മവിശ്വാസം ഇരട്ടിയാകുന്ന ഒരു കാഴ്ചയും ഒക്കെ അല്ലേ ഇടതുമുന്നണി ക്യാമ്പുകളിൽ കാണാനാകുന്നത്? അതെ കാവ്യ, ഈ പ്രചാരണ ആവേശത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എറണാകുളത്ത് എത്തിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രചാരണ യോഗങ്ങളിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. 3 കേന്ദ്രങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം എറണാകുളത്ത് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കാൻ പോകുന്നത്. രാവിലെ 8:30 തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുയോഗം ആരംഭിക്കും. ഈ എറണാകുളം നഗരത്തിൽ തന്നെയുള്ള കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് ആദ്യ പൊതുയോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. 12 മണിക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം CPIMൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീടുള്ള 2 പൊതുയോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലാദ്യത്തേത് വൈകിട്ട് 4:30-ക്കാണ്. 4:30 എടപ്പള്ളി സ്റ്റേഷൻ കവലയിലാണ് അദ്ദേഹത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പൊതുയോഗം തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് രണ്ടാമത്തെ പൊതുയോഗം, അതായത് എറണാകുളം മണ്ഡലത്തിലെ 3ാമത്തെ പൊതുയോഗം, അതിൻ്റെ സമാപന പൊതുയോഗം വൈകിട്ട് 6 മണിക്ക് ഉദയംപേരൂർ നടക്കാവ്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ 3 പൊതുയോഗങ്ങളിൽ അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നുണ്ട്. വലിയ ആവേശം എറണാകുളത്ത് ഇതിനകം തന്നെയുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എറണാകുളത്ത് പ്രചാരണത്തിനെത്തിയതാണ്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറിയും ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തുകയാണ്. അതേസമയം ഈ LDF സ്ഥാനാർത്ഥി കെ.ജെ. ഷൈൻ ടീച്ചറുടെ വാഹന പര്യടനം, പൊതുപര്യടനം തുടർന്ന് വരികയാണ്. ഇന്നിപ്പോൾ വൈപ്പിൻ മണ്ഡലത്തിലാണ്, വൈപ്പിൻ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പൊതുപര്യടനം നിശ്ചയിച്ചിരിക്കുന്നത്. വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ നിന്നാണ് സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനം ആരംഭിക്കുക. ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വൈപ്പിൻ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം കടന്നുപോകും. വലിയ ഊഷ്മളമായ സ്വീകരണമാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. അത് മറ്റ് നിയോജകമണ്ഡലം, ഈ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ വാഹന പര്യടനം നടത്തുമ്പോൾ അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. ഹൈബി ഈഡൻ ഇന്ന് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഹൈബി ഈഡൻ്റെ വാഹന പര്യടനം നടക്കുന്നത്. അതേസമയം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ ഇന്നത്തെ പൊതുപര്യടനം ചാലക്കുടി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. അല്പസമയത്തിനകം തന്നെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനത്തിന് തുടക്കമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആലുവ, പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ വാഹന പര്യടനം നടത്തിയതാണ്. വലിയ സ്വീകാര്യത ഇതിനകം തന്നെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. ഈ വാഹന പര്യടനം പോകുന്ന ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയെ കാണാനായി ജനങ്ങൾ തിങ്ങിക്കൂടുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു. പ്രത്യേകിച്ച് പച്ചക്കറിയും പൂക്കളുമൊക്കെ നൽകിയാണ് സ്ഥാനാർത്ഥിക്ക് വരവേൽപ്പ് നൽകുന്നത്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും ഇന്ന് പെരുമ്പാവൂർ, കാലടി മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനവും നടത്തുന്നുണ്ട്. ഒപ്പം NDA സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. എറണാകുളത്ത് NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ്റെ വാഹന പര്യടനത്തിന് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത്. അതായത് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം എല്ലാം പൂർത്തിയായി പ്രചാരണം കൂടുതൽ ആവേശത്തിലായ സാഹചര്യത്തിലാണ് പൊതുപര്യടനത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്നത്. പലയിടത്തും പല മണ്ഡലങ്ങളിലും 1, 2, 3 ഘട്ടമൊക്കെ പൊതുപര്യടനമാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പൊതുപര്യടനത്തിലൂടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ളൊരവസരം എന്നുള്ള നിലയിലാണ് സ്ഥാനാർത്ഥികൾ പ്രയോജനപ്പെടുത്തുന്നത്. LDF സ്ഥാനാർത്ഥികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥികൾ നമ്മളോട് പ്രതികരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് വലിയ മാറ്റം, ജനങ്ങളുടെ ചിന്തയിലൊക്കെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്നൊരു മനസ്സിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് സ്ഥാനാർത്ഥികളെല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. ആ നിലയിൽ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമാണ്. വലിയ ചൂടാണ്, കൊടും ചൂടാണ്. പക്ഷേ ആ ചൂടിനെയൊക്കെ വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. കാവ്യ.
ശരി ഉമേഷാണ് എറണാകുളത്ത് നിന്നുള്ള സമഗ്ര വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്. MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി എത്തുന്നതോടുകൂടി ഈ പ്രചാരണ രംഗത്ത് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ കൂടുതൽ കരുത്തു പകരുന്ന കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് കാണാൻ കഴിയുന്നത്.